ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വചനപ്രഭാതത്തിൽ ബാല്യക്കാരൻ ബാലൻ എങ്ങനെ ജയകരമായ ജീവിതം നയിക്കും എന്നുള്ള വാക്യം 119 സങ്കീർത്തനത്തിൽ നിന്ന് വായിച്ചപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന വിവിധങ്ങളായ വചന പാഠങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്ത് യോഹന്നാന്റെ ലേഖനത്തിൽ കൂടെ വന്ന് ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിലോട്ട് വന്നു. എന്താണ് വിഷയം? യുവാക്കളും വിജയവും. നമ്മളെല്ലാം യുവാക്കളാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാവരും യുവാക്കളല്ലേ. നമ്മളെല്ലാവരും ജയിക്കും കേട്ടോ. നമ്മളെല്ലാവരും ജയിക്കും. എങ്ങനെയാണെന്നാണ് ഇന്ന് ചിന്തിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16:33 നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവി, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് ലോകത്തെ ജയിച്ചു. എപ്പോൾ? എങ്ങനെ? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായവും ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായവും 1 മുതൽ വായിക്കണം. ഒരു 10 മിനിറ്റ് അതിനെടുക്കണം. പക്ഷെ ഇന്ന് സമയമില്ലെങ്കിൽ നാളെ മതി. ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ വായിക്കുക. അവിടെ വായിക്കുമ്പോൾ പിശാച് യേശുവിനെ പരീക്ഷിക്കുന്ന 3 പരീക്ഷകൾ കാണാം. അതിൽ ഒന്ന്, ഈ കല്ല് അവിടെ നിൽക്കുന്ന സ്ഥലത്തു നിന്നൊരു കല്ല് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിച്ചുകൂടെ? ചിലർ പറയുന്നു, ആ നാട്ടിലെ കല്ല് വെളുത്ത് അപ്പം പോലെ ഇങ്ങനെ കിടക്കും. ദൂരെ നിന്ന് നോക്കിയാൽ വെള്ളയപ്പം പോലെ തോന്നും. നീ വിശന്നിരിക്കുകയല്ലേ, ഈ കല്ലിനെ അപ്പമാക്കിക്കൂടെ? ദൈവത്തിന് കഴിയുമല്ലോ. യേശുക്രിസ്തുവിന്റെ മറുപടി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഇങ്ങനെയാണത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കും. അതിൻ്റെ എല്ലാ അർത്ഥമൊക്കെ വളരെ ഡീപ്പാണ്. ദൈവം നമുക്കത് മനസ്സിലാക്കി തരട്ടെ. ഈ നമ്മുടെ നാടനൊരു ഭാഷയുണ്ട് അതിന്. നീ പോയി ഇതിൻ്റെ പണി നോക്ക് സാത്താനെന്നാ പറഞ്ഞത്. എൻ്റെ വിശപ്പിനെ കുറിച്ചൊന്നും നീ അങ്ങനെ വിഷമിക്കണം. അപ്പം കൊണ്ട് മാത്രമൊന്നുമല്ല ഞാൻ ജീവിക്കും. പിശാചിന് കാര്യം മനസ്സിലായി. ഇനി അതിനകത്ത് മറ്റൊരു ചെറിയ ചൂണ്ട വെച്ചിട്ടുണ്ട്. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലപ്പമാക്കണം. അപ്പം കല്ലപ്പമാക്കി ഇല്ലെങ്കിലോ ദൈവപുത്രനല്ല. അതാ അവൻ്റെ പ്ലാന്. യേശുവിൻ്റെ തത്വം എന്നാണെന്നറിയാമോ? ഞാൻ എനിക്ക് വേണ്ടി ഒരു അത്ഭുതവും ചെയ്തിട്ടില്ല. ഈ ലോകത്തിൽ അത്ഭുതം കാണിക്കുന്നവരൊക്കെ ആർക്ക് വേണ്ടിയാണ് കാണിക്കുന്നത്? അവർക്ക് വേണ്ടിയാണ്. മജീഷ്യൻസ് എന്തിനാ അത്ഭുതം കാണിക്കുന്നത്? മനുഷ്യ ദൈവങ്ങൾ എന്തിനാ അത്ഭുതം കാണിക്കുന്നത്? എല്ലാം അവർക്ക് വേണ്ടിയാണ്. യേശുക്രിസ്തു അത്ഭുതം ചെയ്തത് ആർക്ക് വേണ്ടിയാണ്? വിശക്കുന്നവർക്ക്, കരയുന്നവർക്ക് വേണ്ടി മാത്രമേ ചെയ്തു. മനുഷ്യന്റെ ലോകത്തിലെ 3 ആശകളാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് വിശപ്പ്, രണ്ടാമത്തേത് ഫെയിം, ഷൈൻ ചെയ്യാനുള്ള ആഗ്രഹം. നീ ആ മലയുടെ മുകളിൽ താട്ടി അടിക്കണം. ദൂതന്മാർ നിന്നെ കയ്യിൽ ഇങ്ങനെ പിടിച്ചോളൂ. യേശു പറഞ്ഞ എൻ്റെ ആവശ്യമില്ലല്ലോ.
എനിക്കിപ്പോൾ ചാടേണ്ട കാര്യമില്ല. മനസ്സിലായോ? ഈ ഫുഡ് കൊണ്ട് മനുഷ്യൻ തൃപ്തനാകത്തില്ല. ആവോ? ഇല്ല. മനുഷ്യന് ഭക്ഷണമായി, പാർപ്പിടമായി, കാറായി, അത് കഴിഞ്ഞാൽ പിന്നെ എന്നാ പ്ലാനെന്നറിയാമോ? പിന്നെ നേതാവാകണം. കാശുള്ളവരുടെ അടുത്ത ലക്ഷ്യം എന്നാന്ന് വെച്ചാൽ നേതാവാകണം. 100 കോടി മുടക്കാം, എനിക്കൊരു MP ആകണം. 1000 കോടി മുടക്കാം, എനിക്കൊരു മന്ത്രിയാകണം. ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചാൽ ഞാനും പത്രമൊക്കെ വായിക്കുന്നു, സോഷ്യൽ മീഡിയ കാണുന്നു. അപ്പോൾ ഒരു മന്ത്രി ആകാൻ വേണ്ടിയിട്ട് ഒക്കെ കാശ് മുടക്കിയ കഥകളൊക്കെ വായിച്ചിട്ടുണ്ട്. നേരോ നുണയോ ദൈവത്തിന് മാത്രം അറിയാം. കോടികളാണ് കൊടുക്കുന്നത് ഒരാളെ മന്ത്രിയാക്കാൻ, അല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് ഒരാളെ ഇങ്ങോട്ട് വിലക്കെടുക്കാൻ. അപ്പോൾ പണം വന്നു കഴിഞ്ഞാൽ പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം അവന് വിശപ്പ് ഒന്നാമത്തെ. രണ്ടാമത്തേത് അവനൊരു വീടാണ്, അല്ലെങ്കിൽ ഒരു വസ്ത്രം വേണം, ഭക്ഷണം വേണം, ഒരു കിടപ്പാടം വേണം, മാന്യമായ ഒരു കിടപ്പാടം വേണം. അത് കഴിയുമ്പോൾ ഒരു വാഹനം. ഇതൊക്കെയാണ് ഒരു മനുഷ്യന്റെ ആഗ്രഹം. അതെല്ലാം അങ്ങ് ഇഷ്ടം പോലെയായാൽ പിന്നെ എന്നെ എന്നാ ചെയ്യണ്ടേ? ഇനി എവിടെ ചെന്നാലും ബഹുമാനം കിട്ടും. അങ്ങനെ ഒരു പുള്ളി ഒരു കല്യാണ വീട്ടിലോട്ട്, കല്യാണം നടക്കുന്ന ഹോളിലോട്ട് കയറി വന്നു. നേരത്തെ വന്നു പുള്ളിക്ക് മെയിൻ സ്ഥലം കിട്ടാൻ. പുള്ളി മൊത്തം ഒന്ന് ഓടിച്ച് നോക്കിയപ്പോൾ മെയിൻ കസേര എന്ന് പറയുന്നത് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയാണ്. അതിൻ്റെ കളർ കാണുമ്പോൾ അറിയാം. പുള്ളി അതേ പോയിരുന്നൊരു കഥയുണ്ട്, നേരാണെന്ന് അറിയില്ല. അപ്പം അത് എഴുതിയ ആൾ എഴുതിയിരിക്കുകയാണ്, ഈ പുള്ളി മരണ വീട്ടിൽ ചെന്നാൽ പെട്ടിക്കകത്ത് കയറി കിടക്കുമല്ലോ. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം അതല്ലേ. ഒരു പക്ഷേ ഇതൊക്കെ തമാശയായിരിക്കും, പക്ഷെ ഇതിനകത്തെല്ലാം കഥയുണ്ട്. അപ്പൊ പണം കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് എന്താ? പ്രസിദ്ധി, സ്ഥാനം, മാനം. അതിനോട് ചേർന്ന് വരുന്നതാണ് വർഷിപ്പ്. എന്നെ ആളുകൾ ആരാധിക്കണം. ഇത് 3 അധ്യായത്തിലുണ്ട്. യേശുക്രിസ്തു അത് 3നെയും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇച്ചിരൂടെ നാടൻ ഭാഷ പറഞ്ഞ പുച്ഛിച്ചു കളഞ്ഞു. എനിക്കിവിടെ അത്ഭുതത്തിലൂടെ അപ്പവും വേണ്ട, എനിക്ക് മലയിൽ തൊട്ട് ചാടവും വേണ്ട, ഞാൻ നിന്നെ വിട്ട് നമസ്കരിക്കത്തുള്ളൂ. യേശുക്രിസ്തു ലോകത്തെ ജയിച്ചു. നമ്മുടെ വാക്യം, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. അപ്പൊ നമ്മുടെ കർത്താവായ യേശു ലോകത്തെ ജയിച്ചു. അതുവഴി പിശാചിനെ ജയിച്ചു. സ്തോത്രം, സ്തോത്രം. കർത്താവിന് മഹത്വം. നമ്മുടെ കർത്താവ് ലോകത്തെ ജയിച്ചു. ലോകത്തിൽ ഒന്നിനും ഇനി അവനെ ആകർഷിക്കാൻ പറ്റില്ല, വിലയ്ക്ക് മേടിക്കാൻ പറ്റില്ല, കീഴ്പ്പെടുത്താൻ പറ്റില്ല. അതായി ജയിക്കുക എന്ന് പറയുന്നത്. പണം അത് ഇത്രയേ ഉള്ളൂ. പൊസിഷൻ ആർക്ക് വേണം? ഇങ്ങനെ പറയാൻ കഴിയുന്നവനാ ജയിച്ചു. യേശു ജയിച്ചു. യേശുവിൻ്റെ കൂടെ നമ്മൾ ജയിച്ചു എന്ന് വിശ്വസിച്ച് ജീവിച്ചു നോക്ക്, ജയം അനുഭവിക്കാം. ഗോഡ് ബ്ലസ് യു. വി ബ്ലസ് യു. ആമേൻ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.